വിശുദ്ധന്മാർക്കും പാപികളുടെ മാനസാന്തരത്തിനുവേണ്ടി നല്ല ബോധ്യം അറിവുള്ളവരാണ്. വിശുദ്ധ മറിയം ത്രേസ്യ പുണ്യവതി ഇതിനെക്കുറിച്ച് നല്ല അറിവും ബോധ്യമുള്ളവരായിരുന്നു. മറിയം ത്രേസ്യ പുണ്യവതി എന്താ ചെയ്തത്? വായിച്ചു നോക്കിക്കേ. തിരുസഭ ആരാമത്തിലെ പുണ്യപുഷ്പം എന്ന പുസ്തകത്തിൽ 719 പേജിൽ ഈ വിശുദ്ധയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പാപികളുടെ മാനസാന്തരത്തിനായി പരിഹാരം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നതിൽ മുൻനിരയിലായിരുന്നു വിശുദ്ധ മറിയം ത്രേസ്യ. കുഴിക്കാട്ടുശ്ശേരിയിലുള്ള വിശുദ്ധ മറിയം ത്രേസ്യ. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം അവളിൽ ജ്വലിച്ചു നിന്നിരുന്നു. ഈശോയെ സമാശ്വസിപ്പിക്കുന്നുള്ള മാർഗം ആത്മാക്കളെ നേടുക എന്നതാണെന്ന് അവൾ അറിഞ്ഞിരുന്നു. ദണ്ഡവിമോചനം നേടി ത്രേസ്യ ശുദ്ധീകരണ ആത്മാക്കൾക്കായി കാഴ്ചവെച്ചിരുന്നു. അങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട ആത്മാവ് അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് നന്ദി പറഞ്ഞു. 70 വർഷങ്ങളായി ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്തായിരുന്നു എന്ന് അറിയിച്ചു. മറ്റ് 3 ആത്മാക്കൾ പ്രത്യക്ഷപ്പെട്ട് അവരുടെ വ്യഥയുടെ കാരണം അറിയിച്ചു. ഒരാൾ ഉത്തരവുകടം വീട്ടാനുണ്ടെന്നും വേറൊരാൾ കുർബാന ചൊല്ലിക്കാനുണ്ടെന്നും മൂന്നാമതൊരാൾ ധർമ്മം കൊടുക്കണമെന്നും അറിയിച്ചു. ത്രേസ്യ കാര്യം അവരുടെ വീട്ടുകാരെ അറിയിച്ചു. അത് നിവർത്തിച്ചപ്പോൾ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അടുത്തത് ജപമാലയായിരുന്നു ത്രേസ്യയുടെ വലിയ ആയുധം. അനേകം ജപമാലകൾ ചൊല്ലി പാപികളുടെ മാനസാന്തരത്തിനും ശുദ്ധീകരണ ആത്മാക്കളുടെ മോചനത്തിനും സാത്താൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനുമായി കാഴ്ചവെച്ചിരുന്നു. മരിച്ചിട്ട് 7 വർഷം കഴിഞ്ഞ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് വന്ന് ഞാൻ കഠിന വേദന അനുഭവിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് മറിയം ത്രേസ്യയുടെ പ്രാർത്ഥനാ സഹായം യാചിച്ചു. 8-ാം നാൾ ആ ആത്മാവ് സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടു. ആത്മാവ് പ്രത്യക്ഷപ്പെട്ട് നന്ദി പറഞ്ഞു. ദേവാലയത്തിലെത്തി ത്രേസ്യ അതാത് ദിവസം കുമ്പസാരിക്കാൻ വരുന്നവർക്കായി പ്രാർത്ഥിച്ചിരുന്നു. പലരിൽ നിന്നും പിശാചുകൾ വിട്ടുപോകുന്നത് അവൾ കണ്ടു. കഠിനമായ പ്രായശ്ചിത്ത കൃത്യങ്ങളും സഹനങ്ങളും അവൾ ഏറ്റെടുത്തു. മുള്ളരഞ്ഞാണവും മുൾച്ചാട്ടയും ധരിച്ചു. എരിക്കിൻ മുള്ളുകൾ നിറച്ച തലയണ ഉണ്ടാക്കി തലവെച്ച് കിടന്നു. ചമ്മട്ടി ഉണ്ടാക്കി സ്വയം പീഡനമേറ്റിരുന്നു. ഇവയെല്ലാം ഈശോയുടെ സ്നേഹത്തെ പ്രതി ആത്മാക്കളുടെ മാനസാന്തരത്തിനായി സമർപ്പിച്ചു. വേറൊരു വാക്കി പറഞ്ഞ എന്നെ മനസ്സിലാക്കുന്ന ഇതാണ്. ഓരോ ദിവസവും പള്ളി വരുമ്പോൾ ഇച്ചിരി നേരത്തെ വരും. നേരത്തെ വന്നിട്ട് അന്ന് കുമ്പസാരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി അവിടെ നിന്ന് മുട്ടുമേൽ നിന്ന് കൊന്തയെടുത്ത് ആ ആത്മാക്കൾക്ക് വേണ്ടി ത്രേസ്യ പുണ്യവതി കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കും. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകം ആത്മാക്കൾക്ക് വേണ്ടി ജപമാല ചൊല്ലി ഈ ത്രേസ്യ പുണ്യവതി കാഴ്ചവെക്കുക, ഫാസ്റ്റിംഗ് എടുത്ത് കാഴ്ചവെക്കുക. അതങ്ങനെ ചെയ്യുന്നത് എന്താണ്? വളരെ വലിയൊരു അനുഗ്രഹമായിട്ട് രൂപാന്തരപ്പെടും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ നമ്മളിങ്ങനെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിനെതിരായിട്ടുള്ള പിശാചിൻ്റെ പ്രവർത്തനങ്ങളുണ്ടാവും. നമ്മുടെ ഉള്ളിൽ പിശാച് ഇങ്ങനെ പറയാൻ തുടങ്ങും. ആദ്യം തന്നെ പിശാച് നരകമില്ല എന്നൊക്കെ പറഞ്ഞ് തോന്നുക. അതൊക്കെ അതിജീവിച്ച് കയറി വന്നാൽ പിശാച് പിന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ആർഗ്യുമെൻ്റ് കൊണ്ടുവരും. അതാണ് വിശുദ്ധ ഫൗസ്റ്റീനയുടെ അടുത്ത് പിശാച് എടുത്തത്. അത് വിശുദ്ധ ഫൗസ്റ്റീന ഡയറിയിൽ 1497 2-ാമത്തെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. 1497B സെക്കൻഡ് പാർട്ടിൽ ഒരു ദിവസം പിശാച് വിശുദ്ധ ഫൗസ്റ്റീന അടുത്ത് വന്ന് ഇങ്ങനെ പറയുകയാണ്, മറ്റ് ആത്മാക്കളെ കുറിച്ച് നീ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്? നീ നിനക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനേ കടപ്പെട്ടിട്ടുള്ളൂ. പാപികളുടെ കാര്യത്തിൽ നിന്റെ പ്രാർത്ഥന കൂടാതെ തന്നെ മാനസാന്തരപ്പെട്ടുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. പിശാച് വന്ന് പറയാണ്, പണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, അച്ഛനത് ഇങ്ങനെ ഒരു സൂക്കേട്, മറ്റച്ഛന്മാരെ പോലെ അങ്ങ് ജീവിച്ചാൽ പോരെ, മര്യാദയ്ക്ക് അത്യാവശ്യം കുർബാന കഴിച്ച് ബാക്കി ഇച്ചിരി സമയം വീട്ടിലൊക്കെ വന്ന് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് സമാധാനത്തിൽ ജീവിക്കുന്നതിന് വരെ മൊത്തം പ്രശ്നമാക്കുകയാണ്. അതാണ് പറയുന്നത്. നീ എന്തിനാ മറ്റുള്ളവരെ പോലെ ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടുന്നത്? നീ മര്യാദയ്ക്ക് ജീവിക്കുന്ന നിന്റെ കാര്യം എന്തെങ്കിലും, വീട്ടിലെ കാര്യം എന്തെങ്കിലും, മക്കളുടെ കാര്യം എന്തെങ്കിലും, തുണി അലക്കി അവിടെ ഇരിക്കുക. എത്ര കൈക്കലാണ് കഴുകിടാനുള്ളത്? പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ എന്ത് ചെയ്യും? നിസ്സാര കാര്യങ്ങൾ. ആത്മാക്കളുടെ രക്ഷയ്ക്കും പാപികളുടെ മാനസാന്തരത്തിൽ അധ്വാനിക്കാനുള്ളവരെ വെറുതെ നിസ്സാര ചാണകം വാരിയിടാണെന്ന് പറഞ്ഞാൽ അവിടെ നിർത്തണം. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിസ്സാര കാര്യങ്ങളെ തട്ടിയാണ് ഒരുപാട് പേര് ഉന്നതമായ ദൈവവിളി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഫൗസ്റ്റീനയോട് പിശാച് വന്ന് പറയുകയാണ്, നീ എന്തിനാണ് ഇത്രമാത്രം കഷ്ടം? മര്യാദയ്ക്ക് സാധാരണ സിസ്റ്റം ജീവിച്ചാൽ പോരെ, നിനക്കൊരു സൂക്കേട്. പാപികളുടെ മാനസാന്തരത്തിനുള്ള ഈശോ ചെയ്തിട്ടുണ്ട്, കുരിശ് വരച്ചിട്ടുണ്ട്, നീ മര്യാദയ്ക്ക് ഇരിക്കുക. ഉപവസിച്ച് എല്ലാം തോലുമായി, എപ്പോഴും ആശുപത്രി പോയി കടന്നാൽ മതി, ഇങ്ങനെ പറയും. എന്താ എഴുതിയിരിക്കുന്നത്? വായിച്ചു നോക്കിയേ. മറ്റാത്മാക്കളെ കുറിച്ച് നീ എന്തിനാണ് അത്ര വിഷമിക്കുന്നത്? നീ നിനക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനേ കടപ്പെട്ടിട്ടുള്ളൂ. പാപികളുടെ കാര്യത്തിൽ ദൈവം നോക്കിക്കോളും. അവൻ നിന്റെ പ്രാർത്ഥന കൂടാതെ തന്നെ രക്ഷപ്പെട്ടുകൊള്ളും. ഈ നിമിഷത്തിൽ നീ വളരെയധികം സഹിക്കുന്നതായി മകളെ ഞാൻ കാണുന്നു. പിശാച് പറയുകയാണ്. ഓ, എന്തൊരു സംസാരമാണ് നോക്കൂ. സ്വന്തം അപ്പന് പോലും ഇത്ര സ്നേഹമില്ല. എൻ്റെ പൊന്നു മകളെ, നീ വളരെ കഷ്ടപ്പെടുന്നതായി നാം ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ നിമിഷത്തിൽ നീ വളരെയധികം സഹിക്കുന്നതായി നാം കാണുന്നു. ഞാൻ നിനക്ക് നല്ലൊരു ഉപദേശം തരാൻ പോവുകയാണ്.
ഇതിനെ ആശ്രയിച്ചായിരിക്കും നിന്റെ സന്തോഷമെല്ലാം. നീ ഇനിമേൽ ദൈവകരുണയെക്കുറിച്ച് ആരോട് സംസാരിക്കരുത്. നീ ഇങ്ങനെ പാപികളുടെ മാനസാന്തരം ദൈവകരുണയെന്ന് സംസാരിക്കരുത്. അടുത്തതോ, വളരെ പ്രത്യേകമായി പാപികളെ ദൈവകരുണയിൽ ആശ്രയിക്കാൻ നീ അല്പം പോലും പ്രോത്സാഹിപ്പിക്കരുത്. കാരണം അവർ ശിക്ഷാവധി അർഹിക്കുന്നവരാണ്. ഇങ്ങനെ തോന്നിയാസൊക്കെ ചെയ്ത് ഇവരൊക്കെ സ്വർഗത്തിൽ കയറുകയാണെങ്കിൽ നമ്മളിതിനാ. അതുകൊണ്ട് ഈ തോന്നിയാസുകളൊന്നും സ്വർഗത്തിൽ പോകണ്ട, അവർ നരകത്തിൽ പോയി കിടക്കട്ടെ. ഇങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിൽ തോന്നിപ്പിക്കും. വളരെ പ്രത്യേകമായി ഇങ്ങനെയുള്ള ദുഷ്ടന്മാരൊന്നും സ്വർഗത്തിൽ പോകണം നീ പ്രോത്സാഹിപ്പിക്കരുത്. കാരണം അവർ ശിക്ഷാവധി അർഹിക്കുന്നവരാണ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നിന്റെ കുമ്പസാരക്കാരനോട്, പ്രത്യേകിച്ചും ഇവിടെയുള്ള അസാധാരണ കുമ്പസാരക്കാരനോട് നിന്റെ ആത്മാവിൽ എന്താണ് സംഭവിക്കുന്നത് പറയരുത്. പിശാച് പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ മകളെ ഇവിടുത്തെ അച്ഛനോട് നീ കുമ്പസാരിക്കാൻ പോകരുത്. കാരണം എന്താ? എനിക്ക് അവരെ അറിയാം. ഇത് നിങ്ങളും കേൾക്കുന്നുണ്ടാവും. നിന്റെ ആത്മാവിൽ നടക്കുന്ന കാര്യം, നിന്റെ പാവം നീ അച്ഛനോട് നീ പോയി പറയണ്ട, എനിക്ക് അവരെ അറിയാം. അടുത്തത്, അവർ എങ്ങനെയുള്ളവരാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് അവരിൽ നിന്നും നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി നാം അതിയായി ആഗ്രഹിക്കുന്നു. നോക്കി പിശാച് പറഞ്ഞ പറച്ചിൽ കണ്ടോ? നീ ഇത് മനസ്സിലാക്കുക. ഒരു നല്ല സന്യാസിനിയായി ജീവിക്കുന്നതിന്, ഒരു നല്ല അച്ഛനായി ജീവിക്കുന്നതിന് നീ മറ്റുള്ളവരെ പോലെ ജീവിച്ചാൽ മതിയാവും. എന്തിനാണ് വളരെ ബുദ്ധിമുട്ടുകളിലേക്ക് നിന്നെ തന്നെ സ്വയം നീ നയിക്കുന്നത്? മര്യാദയ്ക്ക് ഇരിക്ക്. എന്തായി പറഞ്ഞേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ഫാത്തിമയിലും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു പ്രാർത്ഥന പരിശുദ്ധ അമ്മ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. എന്താ പ്രാർത്ഥന അറിയോ? നിങ്ങൾ കൊന്ത ചെല്ലണം, വളരെയധികം കൊന്ത പാപികളുടെ മാനസാന്തരത്തിന് ചെല്ലണം. എന്നിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു, ഓരോ രഹസ്യം കഴിയുമ്പോഴും ഫാത്തിമ ജപം. നിങ്ങൾക്കറിയാവോ ഫാത്തിമ ജപം എന്താന്ന്? ഫാത്തിമയിൽ മാതാവ് കുട്ടികളെ പഠിപ്പിച്ച ജപമാണ് ഫാത്തിമ ജപം. എന്താ ഫാത്തിമ ജപം? വെൻ യു പ്രേ റോസറി സേ ആഫ്റ്റർ ഈച്ച് ഡെക്കേഡ് എന്താ പറയേണ്ടത്? ഓ മൈ ജീസസ് forgive us, save us from the fires of hell. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണം, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, വിശേഷിയ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് നയിക്കണമേ. പാപികളുടെ മാനസാന്തരത്തിനുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ നിങ്ങളത് പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഒന്ന് കാണിച്ച്. ഓ എൻ്റെ ഈശോയെ, ഓ മൈ ജീസസ് forgive us, save us from the fires of hell, lead all souls into heaven, especially those who are most in need. Praise the Lord. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കാൻ വേണ്ടി മാതാവിനോട് സ്വർഗത്തിൽ പിതാവിനോട് എപ്പോഴും, ഈശോയോടും പിതാവിനോടും പ്രാർത്ഥിക്കുന്നതാണ് ഫാത്തിമ ജപം. കുമ്പസാരം എന്ന കൂദാശയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോഴും ഈ മനസ്താപ പ്രകരണം എന്ന ജപം നമ്മൾ ചെല്ലുന്നതിൻ്റെ അവസാനത്തിലെ മനസ്താപ പ്രകരണത്തിൽ നമ്മൾ എന്താ പറയണത്? മനസ്താപം, എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാലുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. തുടർന്നുള്ള ശ്രദ്ധിച്ച്, എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ ഇവിടെ ഒരു മാരകപാപം ചെയ്യുമ്പോൾ ഞാൻ സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീരുന്നു എന്ന കാര്യം ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മകളെ, എൻ്റെ മകനെ, നീ ദൈവത്തിന് നന്ദി പറയണം. അംഗീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. ആ അഗ്നി തടാകത്തിൽ പോയി കിടക്കുമ്പോൾ തന്നെ അംഗീകരിച്ചോളും. ആരെയും നിർബന്ധിക്കാൻ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു മുന്നറിയിപ്പ് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ രാത്രി ഒരു മുന്നറിയിപ്പ് തരാൻ വേണ്ടി എൻ്റെ കർത്താവിനെ അയച്ചിരിക്കുകയാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ, വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കാം. വെളിപാട് 20-ാം അധ്യായം 14-15 വാക്യങ്ങൾ ഇങ്ങനെയാണ് വചനത്തിൽ പറയുന്നത്. മൃത്യുവും പാതാളവും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇതാണ് രണ്ടാമത്തെ മരണം. അഗ്നി തടാകം, സീ ഓഫ് ഫയർ, ലേക്ക് ഓഫ് ഫയർ. പാപികളുടെ ആത്മാക്കളും പിശാചുക്കളും വസിക്കുന്ന സ്ഥലമാണ് ഇവിടെ അഗ്നി തടാകം. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം മാരക പാപം ചെയ്തപ്പോൾ സ്വർഗത്തെ നഷ്ടപ്പെടുത്തിയവരെല്ലാം അവർ കുമ്പസാരിക്കാതെ ബോധപൂർവം പാപത്തിൽ തുടർന്നാൽ
അവർ ഈ സ്ഥലത്ത് എത്തിച്ച് ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇതാണ് രണ്ടാമത്തെ മരണം, അഗ്നി തടാകം. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം. അവിടെ എന്താണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്? ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധവും എരിയുന്ന തടാകമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം, അഗ്നി തടാകം. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1036 1036 കത്തോലിക്കാ സഭ ഒഫീഷ്യലായിട്ട് ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1036-ാമത്തെ ഖണ്ഡിക. തൻ്റെ നിത്യമായ ഭാഗതയെ മുന്നിൽ കണ്ടുകൊണ്ട് സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ മനുഷ്യനുള്ള ഉത്തരവാദിത്വത്തിലേക്കുള്ള ആഹ്വാനമാണ് നരകത്തെ സംബന്ധിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ പ്രസ്താവനകളും സഭാപ്രബോധനങ്ങളും. അവ അതേസമയം മാനസാന്തരത്തിലേക്കുള്ള അടിയന്തര സ്വഭാവമുള്ള ഒരു വിളി കൂടിയാണ്. മാനസാന്തരത്തിലേക്കുള്ള അടിയന്തര സ്വഭാവമുള്ള ഒരു വിളി കൂടിയാണ്. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ, എന്തെന്നാൽ വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്, അതിലെ കടന്നു പോകുന്നവർ വളരെയാണ് താനും. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്, അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. എല്ലാവരും അത് കണ്ടെത്തുമെന്ന് വിചാരിക്കേണ്ട. ആ ദിവസമോ മണിക്കൂറോ നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ ഏകയാത്ര പൂർത്തിയായി കഴിയുമ്പോൾ അവിടത്തോടുകൂടെ വിവാഹ വിരുന്നിലേക്ക് പ്രവേശിക്കാനും വാഴ്ത്തപ്പെട്ടവരുടെ കൂടെ എണ്ണപ്പെടാനും വേണ്ടി യോഗ്യതയുള്ളവരായിരിക്കണം. വിളക്കിൽ എണ്ണ കരുതിയ 5 കന്യകമാർക്ക് സദൃശമാകാൻ മക്കളെ ഇപ്പോൾ തന്നെ ആഗ്രഹിക്കുക, ഇപ്പോൾ തന്നെ പരിശോധിക്കുക, ഇപ്പോൾ തന്നെ നിങ്ങൾ തന്നെ പരിശോധിക്കുക. മനുഷ്യർ വിലപിക്കുകയും പല്ലുകടിക്കുകയും ചെയ്യുന്നു. പുറത്തുള്ള അന്ധകാരത്തിലേക്ക്, നിത്യാഗ്നിയിലേക്ക് പിരിഞ്ഞു പോകാൻ വിധിക്കപ്പെടുന്ന ദുഷ്ടരും അലസരുമായ ദാസന്മാരാകാതിരിക്കാനും വേണ്ടി നാം കർത്താവിൻ്റെ ഉപദേശത്തെ സ്വീകരിച്ച് നിരന്തരം യത്നിക്കണം. ഇപ്പോൾ തന്നെ പരിശ്രമിക്കണം. ഇപ്പോൾ നിനക്കൊരു തീരുമാനം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സഭ, ഔദ്യോഗിക സഭ ഒഫീഷ്യലായിട്ട് ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുന്നത്, സീരിയസ് ആയിട്ട് തന്നെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. CCC 1037 1037 CCC 1037 1037 എന്താ പഠിപ്പിക്കുന്നത്? നരകത്തിൽ പോകാൻ ആരെയും ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കാന്ന് വിചാരിക്കും. ഇവിടെ നിൽക്കുന്ന ഒരാൾ ചിന്തിക്കാന്ന് വിചാരിക്കുക, ഞാൻ എന്തായാലും രക്ഷപ്പെടാൻ പോകുന്നില്ല, ഞാൻ നരകത്തിലേ പോകുമെന്ന് ചിന്തിച്ചാൽ അത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. കാരണം എന്താ? അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഏത് സെക്കൻഡിലും ഒരുപക്ഷെ നമ്മൾക്ക് ആഗ്രഹമില്ലെങ്കിൽ വേറൊരാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോലും ഞാൻ സ്വർഗത്തിൽ പോകും. കാരണം എനിക്ക് വേണ്ടി പകരക്കാരൻ ഒരാൾ പ്രാശ്ചിത്വം ചെയ്താൽ, ആ ബോബി സ്വന്തം അപ്പന് വേണ്ടി പ്രാശ്ചിത്വം ചെയ്തുകൊണ്ട് ഏതെങ്കിലും അവസാന സമയത്ത് മാനസാന്തരപ്പെട്ട് കുമ്പസാരിച്ച് സ്വർഗത്തിൽ കുമ്പസാരിച്ച് വരപ്രസാദ അവസ്ഥയോടായിരുന്ന സമയത്ത് മരിക്കാൻ ഇടവരുത് ഓർക്കുന്നുണ്ടല്ലേ? അതുകൊണ്ട് ഒരാൾ ഞാൻ നരകത്തിൽ പോകും, ഞാൻ നരകത്തിലേ പോകുള്ളൂ, അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ അത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. ഞാൻ എങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ രക്ഷപ്പെടില്ല എന്ന് ചിന്തിക്കുന്ന നിരാശയാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമല്ല, അത് പരിശുദ്ധാത്മാവിനെതിരായ പ്രവർത്തനമാണ്. നിങ്ങൾ വായിച്ച 1037 നരകത്തിൽ പോകാൻ ആരെയും ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടില്ല. എല്ലാവരെയും ദൈവം സ്വർഗത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നരകം ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് പിശാചുക്കൾക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയല്ല. മനുഷ്യന് വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സ്വർഗമാണ്. നരകം ദൈവം സൃഷ്ടിച്ചിരുന്ന പിശാചുകൾക്ക് വേണ്ടിയാണ്. എന്നാൽ അവസാനം വരെ പിന്തിരിയാതെ നിന്നാൽ പാപികളുടെ ആത്മാക്കൾ അവിടെ പിശാചുകളുടെ കൂടെ നിബന്ധിക്കും. കാരണം നരകത്തിൽ പോകാൻ വേണ്ടി ദൈവത്തിൽ നിന്നുള്ള മനഃപൂർവ്വമായൊരു പിന്തിരിയലും നരകപാപവും അതിൽ അവസാനം വരെ ഉറച്ചു നിൽക്കലും അത്യാവശ്യമാണ്. ആരും നശിക്കാതിരിക്കാനും എല്ലാവരും പശ്ചാത്തപിക്കാനും ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി സഭ വിശുദ്ധ കുർബാനകളിലും പ്രാർത്ഥനകളിലും തൻ്റെ വിശ്വാസികളുടെ അനുദിന പ്രാർത്ഥനകളിലും ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യാമപ്രാർത്ഥന, അതുകൊണ്ടാണ് പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി എന്ന ഒരു മോണസ്ട്രി തുടങ്ങിയത്. 7 നേരം യാമപ്രാർത്ഥന ചൊല്ലി പാപികളുടെ മാനസാന്തരത്തിൽ ലോകത്തിൻ്റെ മേൽ കരുണയുണ്ടാകാനും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം പ്രത്യേകം നിർദ്ദേശം തന്നതാണ്. ആളുകൾക്ക് പ്രാർത്ഥനയിൽ നിന്ന് ആളുടെ ആത്മാക്കൾ വീണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർക്ക് വേണ്ടി പകരക്കാരനായി ദൈവത്തിൻ്റെ തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് വിളിക്കുകയാണ്. അനേക ചെറുപ്പക്കാരും റെഡിയായി വന്ന് കർത്താവിന് വേണ്ടി, ലോകത്തിന് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥന പുസ്തകം നിങ്ങൾക്ക് തരുമ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പൊടി കൂടി പ്രാർത്ഥന ദേശത്ത് ഉയരണം, ഒരു അല്പം കൂടി പ്രാർത്ഥന വർദ്ധിക്കണം, കുടുംബത്തിൽ കുറച്ചും കൂടെ പ്രാർത്ഥന അരിവി ഉണ്ടാകണം. അതിന് പ്രാർത്ഥനയ്ക്ക് സഹായിക്കുന്ന ഗ്രന്ഥങ്ങളും പ്രാർത്ഥനാ ഗ്രന്ഥങ്ങളും പ്രാർത്ഥനാ പുസ്തകങ്ങളും പ്രാർത്ഥനയുടെ പ്രഭാഷണങ്ങളും എല്ലാം നിങ്ങളുടെ ഭവനത്തിൽ എത്താൻ വേണ്ടിയാണ് കർത്താവ് ഈ സമൂഹത്തിൽ നൽകി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭവനങ്ങളിൽ വെഞ്ചിരിച്ച ഈശോയുടെ രൂപങ്ങൾ വെക്കുക, വെഞ്ചിരിച്ച പരിശുദ്ധ അമ്മയുടെ രൂപം വെക്കുക, ജപം വെഞ്ചിരിച്ച ജപമാലകളും വെഞ്ചിരിച്ച പ്രാർത്ഥന പുസ്തകങ്ങളൊക്കെ വെക്കുക. വെഞ്ചിരിച്ച വിധത്തിൽ പിന്നെ ഭവനങ്ങളിൽ നല്ല യൂട്യൂബ് ചാനലിലൂടെ വചന പ്രഘോഷണങ്ങൾ കേൾക്കുക. ഇതിലൂടെ എല്ലാം ഭവനത്തിൻ്റെ വലിയ വിശുദ്ധീകരണം നടത്താൻ ദൈവം ഇടവരുത്തും.